NCERT Class 2 മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ 3 ആണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത്. മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിലെ വേരിയസ് ആയിട്ടുള്ള ബ്രാഞ്ചസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. This mathematical tool simplifies our work to a great extent when compared with other straightforward methods. അതായത് മാത്തമാറ്റിക്സിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നോർമൽ മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മെട്രിസസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ വർക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് ആകുന്നു. The evolution of concept of matrices is the result of an attempt to obtain compact and simple methods of solving system of linear equations. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ അതിൻ്റെ വാല്യൂസ്, അതായത് അത് സോൾവ് ചെയ്യാൻ അതിൻ്റെ അകത്തുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യം ഈ മെട്രിസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തത്. Matrices are not only used as the representation of the coefficients in system of linear equations, but utility of matrices far exceeds that use. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ അതിനെ സോൾവ് ചെയ്യാനാണ് മെട്രിസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇവോൾവ് ചെയ്തത്. പക്ഷേ അത് മാത്രമല്ല, ഈ മെട്രിസസിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അധികമായിട്ട് മറ്റ് മേഖലകളിലും നമ്മൾ മെട്രിസസ് യൂസ് ചെയ്യുന്നുണ്ട്. Matrix notation and operations are used in electronic spreadsheet programs for personal computer, which in turn is used in different areas of business and science like budgeting, sales projection, cost estimation, analyzing the results of an experiment, etc. അതായത് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ബഡ്ജറ്റിങ്ങിലാണെങ്കിലും സെയിൽസ് പ്രൊജക്ഷനിലാണെങ്കിലും കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് നമ്മുടെ മെട്രിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ദിസ് മാത്തമാറ്റിക്കൽ ടൂൾ ഇസ് നോട്ട് ഓൺലി യൂസ്ഡ് ഇൻ സർട്ടൺ ബ്രാഞ്ചസ് ഓഫ് സയൻസസ് ബട്ട് ഓൾസോ ഇൻ ജെനറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, മോഡേൺ സൈക്കോളജി ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. അപ്പം നമ്മുടെ സയൻസ് ഫീൽഡിൽ മാത്രമല്ല ബാക്കിയുള്ള പല ഫീൽഡ്സിലും, എക്സാമ്പിൾ ജെനറ്റിക്സിലാണെങ്കിലും എക്കണോമിക്സിലാണെങ്കിലും സോഷ്യോളജിയിലാണെങ്കിലും ഇതിലെല്ലാത്തിലും ഈ മെട്രിസസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെട്രിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി മെട്രിക്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. 3 പേരുടെ പേര് തന്നിട്ടുണ്ട് അല്ലേ, രാധ, ഫൗസിയ, സിമ്രൻ. ഈ 3 പേരുടെയും കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. രാധ ഹാസ് 15 നോട്ട്ബുക്സ് ആൻഡ് 6 pens. ഫൗസിയ ഹാസ് 10 നോട്ട്ബുക്സ് ആൻഡ് 2 pens. സിമ്രൻ ഹാസ് 13 നോട്ട്ബുക്സ് ആൻഡ് 5 pens. അങ്ങനെ 3 ആൾക്കാരുടെ ഡേറ്റാസാണ് തന്നിരിക്കുന്നത്. രാധയുടെ കയ്യിൽ 15 നോട്ട്ബുക്കും 6 പെന്നും ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി 2 പേരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റയെ നമുക്ക് ഒരു പ്രത്യേക ഫോമിൽ നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. രാധയുടെ ആ ഇൻഫോർമേഷനാണ് 15 നോട്ട്ബുക്സും 6 പെൻസും. നമ്മൾ ആ രാധയുടെ ഡേറ്റ എന്താണോ അതിനെ നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. 15 അതിൻ്റെ നേരെ 6 നമ്മൾ ജസ്റ്റ് എഴുതിയിരിക്കുവാണ്. അതേപോലെ ഫൗസിയയുടെ ഡേറ്റ എന്താണോ അത് 10, 2 ആണ് അല്ലേ. 10, 2 അതും ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നു. ആൻഡ് സിമിലർലി സിമ്രാൻ്റെ ഡേറ്റ 13, 5 ആ ഡേറ്റയെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് എഴുതിയിരിക്കുവാണ്. ഇനി നമ്മളിങ്ങനെ എഴുതിയതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഈ അറേഞ്ച്മെൻറ്റിൽ എന്താ വന്നിരിക്കുന്നത്? 15, 10, 13 അത് നമ്മുടെ നോട്ട്ബുക്സ്, ഈ 3 പേരുടെയും കയ്യിലുള്ള നോട്ട്ബുക്സിൻ്റെ എണ്ണമാണ് അല്ലേ. അതേപോലെ 6, 2, 5 അതായത് ഈ 3 പേരുടെയും കയ്യിലുള്ള പെൻസിൻ്റെ എണ്ണമാണ് ഈ താഴത്തോട്ടുള്ള, അതായത് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ കാണുന്നത്. അതായത് ഈ ഹൊറിസോണ്ടലായിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ വരുന്നത് ഓരോരുത്തരുടെയും ഡേറ്റയും, ആൻഡ് വെർട്ടിക്കലായിട്ടുള്ള ഫസ്റ്റ് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിൽ വരുന്നത് നോട്ട്ബുക്കും, സെക്കൻഡ് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റിൽ വരുന്നത് നമ്പർ ഓഫ് പെൻസുമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേക രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഹൊറിസോണ്ടലായിട്ടും അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും. ഈ ഹൊറിസോണ്ടലായിട്ടുള്ള അറേഞ്ച്മെൻറ്റിനൊരു പേര് പറയും റോ എന്ന്. എന്താണ്? റോ. ദ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഇസ് കോൾഡ് ആസ് റോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോ എന്താണ്? ഫസ്റ്റ് റോയിൽ ആരൊക്കെയുണ്ട്? 15ഉം 6ഉം.
ഇനി സെക്കൻഡ് റോയിൽ ആരൊക്കെയുണ്ട്? 10ഉം 2ഉം. ഇനി തേർഡ് റോയിലുള്ളത് 13ഉം 5ഉം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ താഴത്തോട്ട്, അതായത് വെർട്ടിക്കലായിട്ടുള്ള ഈ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് കോളം. എന്താണ്? കോളം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ടുള്ള അറേഞ്ച്മെൻറ്റിനെ റോ എന്നും വെർട്ടിക്കലായിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോളം എന്നുമാണ്. അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3 കണ്ടോ? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? ഇത് 1, ഇത് 2 അറേഞ്ച് അല്ലേ? ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും. അപ്പോൾ ഇങ്ങനെ, അതായത് റോസായിട്ടും കോളമായിട്ടും തന്നിരിക്കുന്ന ഡേറ്റയെ ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്താൽ ആ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെട്രിക്സ് എന്ന്. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റയെ നമ്മൾ റോ ആയിട്ടും കോളമായിട്ടും റെപ്രസെൻ്റ് ചെയ്താൽ ആ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ് എന്ന്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അവർ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നിരിക്കുവാണ്. വേറൊരു ഡേറ്റ തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്ന സെയിം ഡേറ്റ തന്നെ തിരിച്ച് നമ്മളൊന്ന് എഴുതി നോക്കുക. നമ്മൾ നേരത്തെ ചെയ്തത് ഹൊറിസോണ്ടലായിട്ട് ഓരോ ആൾക്കാരുടെയും ഡേറ്റയാണ് വന്നത്. ഇനി അടുത്തതിൽ വരുന്നത് രാധയുടെ ഡേറ്റ നമ്മൾ താഴത്തോട്ട് വെർട്ടിക്കലായിട്ട് എഴുതിയിരിക്കുക. കണ്ടോ? രാധ ഹാസ് 15 നോട്ട്ബുക്സ് ആൻഡ് 6 പെൻസ്. ഇനി ഫൗസിയ ഹാസ് 10 നോട്ട്ബുക്സ് ആൻഡ് 2 പെൻസ്. സിമ്രാൻ ഹാസ് 30 നോട്ട്ബുക്സ് ആൻഡ് 5 പെൻസ്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ഇതിൽ നമ്മൾ ഓരോ ആൾക്കാരുടെയും ഹൊറിസോണ്ടലായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഓരോ ആൾക്കാരുടെയും ഡേറ്റ താഴത്തോട്ട് കോളമായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ എഴുതിയാലും നമുക്ക് കിട്ടുന്നത് ഒരു സെയിം കാര്യത്തിൻ്റെ തന്നെ 2 ടൈപ്സ് ഓഫ് ഡേറ്റ നമ്മൾ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ ആയിട്ടും കോളമായിട്ടുമാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രോ പോലെ നമ്മൾ ഈ 2 എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നമുക്കിനി എന്താണ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഓക്കെ, എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. നമ്മളിപ്പോൾ കണ്ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കുറച്ച് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തത് എങ്ങനെ? റോ ആയിട്ടും കോളമായിട്ടും. അതാണ് മെട്രിക്സ് എന്ന് നമ്മൾ കണ്ടു, ജസ്റ്റ് ഇൻട്രോയിൽ കണ്ടു. ഇനി വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ മെട്രിക്സ്? മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അതായത് നമ്പറിനെയോ ഫങ്ഷനെയോ ഒരു റെക്ടാങ്കുലർ അറേയിൽ, വെറും റെക്ടാങ്കുലർ അറേയില്ല, അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട്. ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ആണ്. അപ്പോൾ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേയിൽ നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ റെപ്രസെൻ്റ് ചെയ്താൽ ആ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ് എന്ന്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെട്ടിക്കകത്ത് കുറച്ച് നമ്പേഴ്സിനെ അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷൻസിനെ, എന്തുകൊണ്ടാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞേ? ഈ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇവിടെ നമ്മൾ കാണുന്നത് നമ്പേഴ്സ് അല്ല, ഇവിടെ ഫങ്ഷൻസ് ആണ്. കോസ് എക്സ് 1 + x, സൈൻ x + 2, അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ആണ്. ഇങ്ങനെ ഈ റെക്റ്റാങ്കുലർ അറേയിൽ നമ്പർ മാത്രമല്ല ഫങ്ഷനെയും റെപ്രസെൻ്റ് ചെയ്താൽ ആ റെപ്രസെൻറ്റേഷനെ നമ്മൾ എന്ത് വിളിക്കും? മെട്രിക്സ് എന്ന് വിളിക്കും. അതിൻ്റെ 3 എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ നോക്ക് -2, 5. അത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൽ വരുന്നത് അല്ലേ? ഇത് ഫസ്റ്റ് റോ വരും, പിന്നെ 0√5 സെക്കൻഡ് റോ വരും, 3, 6 തേർഡ് റോ വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കോളം ആരാണ്? -2, 0, 3 ആണ് ഫസ്റ്റ് കോളം. ആൻഡ് വിച്ച് ഇസ് എ സെക്കൻഡ് കോളം? 5√5, 6 അതാണ് സെക്കൻഡ് കോളം വരുന്നത്. അപ്പോൾ അതേപോലെ ഈ 2 എക്സാമ്പിൾസിലും നമുക്ക് ഫസ്റ്റ് റോ, ദിസ് ഇസ് എ സെക്കൻഡ് റോ, ആൻഡ് സിയിൽ ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ ആയിട്ടും കോളമായിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇനി എന്തായിരുന്നു റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെൻറ്റ്സ് ആർ സെറ്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട്
റോസ്. ആ മെട്രിക്സിൻ്റെ അകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് റോ എന്ന് വിളിക്കുന്നത്. അതേപോലെ വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെൻസിനെ നമ്മൾ എന്ത് വിളിക്കും? കോളം എന്ന് വിളിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓഫ് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ റെക്റ്റാങ്കുലർ അറേയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ നമ്പേഴ്സ് കണ്ടോ? ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു എന്ന് എഴുതിയിരിക്കുന്ന മെട്രിക്സിൽ -2, 5, 0, √5, 3, 6 ഇവരല്ലേ ഇതിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. അതിന് ഒരു പ്രത്യേക പേര് പറയും, എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയും. അപ്പോൾ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് ആരൊക്കെയാണ്? അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിനെയാണ് നമ്മൾ ഒരു മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഒരു മെട്രിക്സിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്, അതിനെ പറയുന്നത് എന്താണ്? റോസ് എന്നും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസിനെ പറയുന്നതാണ് കോളം എന്നും. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ എക്സാമ്പിൾ എ നോക്കിക്കേ. എക്സാമ്പിൾ എയിൽ എത്ര റോ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ? 1, 2, 3 3 റോ ഉണ്ടല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്ക് 3 റോ ഉണ്ട്. ആൻഡ് ഹൗ മെനി കോളംസ്? എ ഹാവ് 1, 2 2 കോളം ഉണ്ട് അല്ലേ? അപ്പോൾ എ ഹാസ് 3 rows ആൻഡ് 2 columns. അങ്ങനെയാണെങ്കിൽ ബി നോക്കിക്കേ. ബിയിൽ എത്ര റോ ഉണ്ട്? 1, 2, 3 3 റോ ഉണ്ട്. ആൻഡ് ഹൗ മെനി കോളംസ്? 1, 2, 3. അപ്പോൾ 3 കോളം ഉണ്ട്. എവിടെ? ബി എന്ന് പറയുന്ന മെട്രിക്സിൽ ബി ഹാസ് 3 rows ആൻഡ് 3 columns. ആൻഡ് സിമിലർലി നമ്മുടെ സിയിൽ എത്ര റോ ഉണ്ടെന്ന് നോക്കിക്കേ. ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ ആണ്. 2 റോ ഉണ്ട് അല്ലേ? ഇതാ കണ്ടോ, സി ഹാസ് 2 rows. C has 2 rows and how many columns? 1, 2, 3 കോളം അല്ലേ? സിക്ക് 3 കോളവും ഉണ്ട്. അത് ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. വെറും റെക്റ്റാങ്കുലർ അറേ അല്ല, ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ആണ്. അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട്. ഇനി ഒരു മെട്രിക്സ് തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. എ മെട്രിക്സ് ഹാവിങ് m rows and n columns is called a matrix of order m/n. അതായത് ഒരു മെട്രിക്സിൽ സപ്പോസ് m റോസ് ആണ് ഉള്ളതെന്ന് കരുതുക ആൻഡ് n കോളംസ് ആണ് ഉള്ളതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡറിനെ നമ്മളിതാ ഇങ്ങനെ m × n എന്ന് നമ്മൾ എഴുതും. ആദ്യം എഴുതുന്നത്, ഫസ്റ്റ് എഴുതുന്നത് റോ നമ്പർ ആയിരിക്കും, സെക്കൻഡ് എഴുതുന്നത് കോളം നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇഫ് എ മെട്രിക്സ് ഹാസ് m rows and n columns, its order can be written as m × n. പക്ഷേ ഇത് വായിക്കുന്നത് m × n എന്നല്ല, m/n എന്നാണ് വായിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് റെഡ് ആസ് m/n മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെറ്റ് us take an example. നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ട എക്സാമ്പിളിൽ ഇതിൽ എത്ര റോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു? 1, 2, 3 റോയും 1, 2 2 കോളവുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെ എഴുതാൻ പറ്റും? 3/2 എന്ന് എഴുതാം. ആൻഡ് 2 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് എഴുതിയാലോ? ഹൗ മെനി റോസ് വി ഹാവ്? 1, 2, 3. 3 റോ ഉണ്ടല്ലേ? 3 റോ ഉണ്ട്. ബൈ എത്ര കോളമുണ്ട്? 1, 2, 3 3 കോളമുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആകും. ആൻഡ് സിമിലർലി വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് സി? എത്ര റോ ഉണ്ട്? 1, 2 റോ ഉണ്ട്, 1, 2, 3 കോളമുണ്ട്. അപ്പോൾ സി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/3 ആണ് സിയുടെ ഓർഡർ. ഓക്കെ ആണോ? മറ്റൊരു കാര്യം പറയാം.
ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, വി ഡിനോട്ട് മെട്രിസസ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മെട്രിക്സിൽ ഇവിടെ ക്യാപിറ്റൽ എ എന്നും ക്യാപിറ്റൽ ബി എന്നും ക്യാപിറ്റൽ സി എന്നൊക്കെ പേര് വിളിച്ചത്? അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പേര് വേണം അല്ലേ, എന്നാലല്ലേ നമുക്ക് ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി നമുക്കൊക്കെ പേരിടുന്ന പോലെ തന്നെ മെട്രിക്സിനും പേരിടുന്നു. ആൻഡ് അവിടെ എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തത്? അതൊരു റൂളാണ് കേട്ടോ. മെട്രിക്സിനെ നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എ ഈസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നു, ആൻഡ് ബി ഈസ് ഈക്വൽ ടു അടുത്ത മെട്രിക്സ് സി ഈസ് ഈക്വൽ ടു എന്ന് തന്നിരിക്കുന്നത്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു മെട്രിക്സിനെ ജനറലായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബട്ട് ഇതിൻ്റെ അകത്തുള്ള എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ എഴുതുവാണ്. ക്യാപിറ്റൽ എ, മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1 2 0 -1. ഈ മെട്രിക്സിൽ എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ടല്ലേ, 2 റോ ഉണ്ട്. ആൻഡ് എത്ര കോളം ഉണ്ടെന്ന് നോക്കിക്കേ, 1 2 കോളവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് റോയുടെ നമ്പറാണ്, ഇൻറ്റു 2 എന്ന് എഴുതും. ബട്ട് ഇൻറ്റു എന്നല്ല വായിക്കുന്നത്, 2/2 എന്നാണ് നമ്മൾ വായിക്കുന്നത്, 2/2. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ സപ്പോസ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി എലമെൻറ്റ്സ് ഓർ എൻട്രീസ് ദാറ്റ് മെട്രിക്സ് ഹാവ്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ ആ മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? നമുക്ക് ഈ എക്സാമ്പിളിൽ കൂടെ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 4 എലമെൻറ്റ്സ് ഉണ്ട്. ഇനി നോക്കിക്കേ, ഈ 2ഉം 2ഉം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, നമുക്ക് എത്ര ആൻസർ വരുന്നത്? 2 × 2 is 4 അല്ലേ? അതായത് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ, ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m/n ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് എൻട്രീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, m × n. സപ്പോസ് ഒരു മെട്രിക്സ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിൻ്റെ ഓർഡർ 4/2 ആണെങ്കിൽ ആ മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും? 4 × 2 8 എലമെൻറ്റ്സ് ആ മെട്രിക്സിൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ വേറൊരു മെട്രിക്സ് എഴുതുവാണ്, എ ഈസ് ഈക്വൽ ടു 1 0 0 -1 ഒരു മെട്രിക്സ് എഴുതി. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2/2 ആണ്. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 × 2 4 എലമെൻറ്റ്സ് ഉണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ 1 2 3 4 എന്നിങ്ങനെ എണ്ണണ്ട. ആ എലമെൻറ്റ്സ് ആ ഓർഡർ തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണോ അത്രയും എലമെൻറ്റ്സ് ആയിരിക്കും ആ മെട്രിക്സിൽ ഉണ്ടാകുന്നത്. ദെൻ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ മെട്രിക്സിൻ്റെ അകത്തുള്ള എലമെൻറ്റിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കൺസിഡർ ദിസ് എലമെൻറ്റ് 1 എന്ന് പറയുന്ന ഈ എലമെൻറ്റ് ഏത് റോയിലാണ് കിടക്കുന്നത്? ഫസ്റ്റ് റോയിലാണ് കിടക്കുന്നത് അല്ലേ? 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഫസ്റ്റ് റോയിലാണ് കിടക്കുന്നത്. ആൻഡ് 1 ഈസ് ലൈങ് ഇൻ വിച്ച് കോളം? ഫസ്റ്റ് കോളത്തിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് കോളം. ഓക്കെ, ഫസ്റ്റ് കോളം. അപ്പോൾ ഇതിന് നമ്മൾ ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിനെ സ്മോൾ ലെറ്റർ എ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അത് മാത്രമല്ല അതിൻ്റെ താഴെ സഫിക്സ് ആയിട്ട് നമ്മൾ എഴുതും. ആദ്യം ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ റോ നമ്പർ എന്താണ്? 1 അല്ലേ? അതാദ്യം എഴുതി വെക്കും 1. ഇനി ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോളം നമ്പർ 1 അല്ലേ? അത് അതിൻ്റെ കൂടെ രണ്ടാമത് എഴുതി വെക്കും. അപ്പോൾ ആ എലമെൻറ്റിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? A11 എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് സിമിലർലി ലെറ്റ് us കൺസിഡർ 0. ഈ 0 എന്ന് പറയുന്നത് ഏത് റോയിലാണ് കിടക്കുന്നത്? ഇറ്റ് ലൈസ് ഇൻ ദ ഫസ്റ്റ് റോ. അപ്പോൾ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? A1. ഇനി ഏത് കോളത്തിലാണ് കിടക്കുന്നത് നോക്കിക്കേ? 1 2 രണ്ടാമത്തെ കോളത്തിലല്ലേ അത് കിടക്കുന്നത്?
അപ്പോൾ A1 2 എന്ന് ഡിനോട്ട് ചെയ്യും. ഓർത്താൽ മതി, സഫിക്സായിട്ട് എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന ആൾ റോയുടെ നമ്പറായിരിക്കും, രണ്ടാമത് എഴുതുന്നത് കോളം നമ്പറായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എലമെൻറ്റ്, ദിസ് എലമെൻറ്റ് ലൈസ് ഇൻ ദ സെക്കൻഡ് റോ അല്ലേ, സെക്കൻഡ് റോയിലും ആൻഡ് ഇറ്റ് ലൈസ് ഇൻ ദ ഫസ്റ്റ് കോളത്തിലുമാണ്. അപ്പോൾ ആ എലമെൻറ്റിനെ എങ്ങനെയായിരിക്കും എഴുതുക? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ ആൾ അല്ലേ, A21. അങ്ങനെയാണെങ്കിൽ ഈ -1 എങ്ങനെ എഴുതാൻ പറ്റും? A സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ് ആണ് എന്ത്? A22. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സിൻ്റെ അകത്തുള്ള ആൾക്കാരെ, അതായത് എൻട്രീസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ്, ഈ അകത്തുള്ള ആൾക്കാരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോർമലായിട്ട് മെട്രിക്സിനെ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക, പക്ഷേ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ എൻട്രീസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AIJ ഫോമിലായിരിക്കും, where I denotes the number of row and J denotes the number of column number ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. ഇൻ ജനറൽ an M/N matrix has the following rectangular array. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു M/N മെട്രിക്സ്, അതായത് M റോസും N കോളവുമുള്ള ഒരു മെട്രിക്സിൻ്റെ ജനറലായിട്ട് ഫോമാണ് എഴുതിയിരിക്കുന്നത്. A11, A12, A13, അങ്ങനെ ith റോയും jth കോളത്തിലെ ആളിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഫസ്റ്റ് റോയിലെ jth കോളത്തിലെ ആൾ A1J എക്സെട്ര എവിടം വരെ nth കോളം വരെ. അപ്പോൾ ഇവിടെ എത്ര കോളമുണ്ട്? 1 2 3 എക്സെട്ര J എക്സെട്ര N വരെ കോളമുണ്ട്. ഓക്കെ, അതുപോലെ എത്ര റോ ഉണ്ടെന്ന് നോക്കിക്കേ, 1 2 3 അങ്ങനെ I എക്സെട്ര ടിൽ എവിടെ വരെ M വരെ റോസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മെട്രിക്സിനെ നമുക്കിത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. A is equal to AIJ, അതിൻ്റെ താഴെ സഫിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് എന്താ? M/N എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? A എന്ന് പറയുന്ന മെട്രിക്സിലെ അതിൻ്റെ അകത്തുള്ള എൻട്രീസിനെ AIJ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ M/N ആണ്, അതായത് M റോസും N കോളവുമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു, എപ്പോഴും ആദ്യം എഴുതുന്നത് റോ നമ്പർ ആയിരിക്കും, രണ്ടാമത് എഴുതുന്നതായിരിക്കും കോളം നമ്പർ. ഈ I എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നുണ്ട്? റോസ് 1 തൊട്ട് M വരെ വേരി ചെയ്യുന്നുണ്ട്. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു M എന്ന്. അതായത് I വേരീസ് ഫ്രം 1 to M, 1 തൊട്ട് M വരെ M റോസ് ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് സിമിലർലി J വേരീസ് ഫ്രം 1 to N എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കോളം എത്ര എണ്ണം ഉണ്ട്? 1 തൊട്ട് N വരെ ഉണ്ട്. വേറെ Iയും Jയും എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ijth എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ijth എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ith റോയിലെ jth കോളത്തിലെ എലമെൻ്റ് ആയിരിക്കും. അത് ഓർത്താൽ മതി. ഇനി നെക്സ്റ്റ് ഈ നോട്ടൊന്ന് നോക്കിക്കേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുക? വി ഷാൽ ഫോളോ ദ നൊട്ടേഷൻ നെയിംലി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. A is equal to AIJ M/N എന്ന് പറയുന്ന നൊട്ടേഷനാണ് നമ്മൾ മെട്രിക്സ്. അതിൻ്റെ ജനറൽ നെയിം എന്താ? A ആണ് നെയിം വരുന്നത്, അതിൻ്റെ ഓർഡർ M/N ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് നമ്മുടെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഫങ്ഷൻസ് ദാറ്റ് ടേക്ക് റിയൽ വാല്യൂസ്, അങ്ങനെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന മെട്രിക്സസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത്, വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് എ പോയിൻറ്റ് xy ordered by xy in a plane by a matrix as റെക്റ്റാങ്കുലർ അറേയിൽ XY വെർട്ടിക്കലായിട്ട് എഴുതിയിരിക്കുന്നു, കോളമായിട്ട് എഴുതിയിരിക്കുന്നു. ഇനി XY നമുക്ക് തിരിച്ചും എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതായത് ഒരു പ്ലെയിനിൽ ഒരു പോയിൻ്റാണ് XY എന്ന് പറയുന്ന പോയിൻ്റ്. ഈ XY എന്ന് പറയുന്ന പോയിൻറ്റിന് നമുക്ക് വേണമെങ്കിൽ
ഇങ്ങനെ വെർട്ടിക്കലായിട്ടും എഴുതാം, ഹൊറിസോണ്ടലായിട്ടും എഴുതാം. അതിനൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. P(0, 1) എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0യും y ഈക്വൽ ടു 1ഉമാണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? 0, 1 എന്ന് തിരിച്ച് റോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് മെട്രിക്സിന് അത്രമാത്രം ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ. വരുന്ന ഓരോരോ പ്രോബ്ലം, ആ ഡേറ്റ, അതെല്ലാം നമുക്ക് മെട്രിക്സിൻ്റെ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പം അവിടെ നമുക്ക് എടുക്കുന്ന ഓപ്പറേഷൻസ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ വൺ മോർ എക്സാമ്പിൾ ഇസ് ഗിവൺ. Observe that in this way we can also express the vertices of a closed rectilinear figure in the form of a matrix. ഒരു ക്ലോസ്ഡ് റെക്റ്റിലിനിയർ ഫിഗറിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. അതായത് let us consider a quadrilateral ABCD with vertices. ഒരു ക്വാഡ്രിലേറ്ററൽ ABCDയുടെ വെർട്ടിസസ് ആണ് തന്നിരിക്കുന്നത്. 4 പോയിൻറ്റ്സ് ആണല്ലോ ഒരു ക്വാഡ്രിലേറ്ററിലുള്ളത്. അപ്പോൾ A എന്ന് പറയുന്ന പോയിൻറ്റ് 1, 0, B 3, 2, C 1, 3, D -1, 2. നമ്മൾ ആദ്യം ഇവിടെ ചെയ്തിരിക്കുന്ന 2 രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്സ്, അതായത് 1, 3, 1, -1, ഇതെല്ലാം നമുക്ക് റോ ആയിട്ട് എഴുതാം. അതേപോലെ തന്നെ 0, 2, 3, 2 നമ്മുടെ y കോർഡിനേറ്റ്സും റോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി തിരിച്ച് നമുക്ക് കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 രീതിയിലും ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ഓർഡർ 2/4 വരും. ഇനി തിരിച്ച് കോളമായിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓർഡർ 4/2 വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Consider the following information regarding the number of men and women workers in 3 factories. അപ്പോൾ 3 ഫാക്ടറീസ്, ഫാക്ടറി 1, 2, 3, ഈ 3 ഫാക്ടറീസിൽ എത്ര മെൻ വർക്കേഴ്സ് ഉണ്ട്, എത്ര വിമൻ വർക്കേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫാക്ടറിയിൽ 30 മെൻ വർക്കേഴ്സ് ഉണ്ട്, 25 വിമൻ വർക്കേഴ്സ് ഉണ്ട്, ലൈക്ക് ദാറ്റ്. Second factory, there are 25 men workers and 31 women workers. And in the third factory, there are 27 men workers and 26 women workers. ഇതാണ് അവർ തന്നിരിക്കുന്ന ഡേറ്റ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് we need to represent the above information. ഈ തന്നിരിക്കുന്ന ഡേറ്റ ഏത് ഫോമിൽ നമ്മൾ എഴുതണം? 3/2 മെട്രിക്സ് ഫോമിൽ എഴുതണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്ന തന്നെ ഒരു 3/2 ഫോമിലാണ്. ഇതിനെ ഒരു റെക്റ്റാങ്കിൾ അറേ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു 3/2 മെട്രിക്സ് ആകും. നോക്കിക്കേ, 1, 2, 3 റോ ഉണ്ട്, 1, 2 കോളവും ഉണ്ട്. ഇനി നമുക്ക് തിരിച്ചും വേണമെങ്കിൽ എഴുതാം, ബട്ട് ഇവർ ചോദിച്ചിരിക്കുന്ന 3/2 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അതാ കണ്ടോ, നേരത്തെ തന്ന ഡേറ്റ ഏതാണോ 30, 25, അത് നമ്മൾ ഫസ്റ്റ് റോ ആയിട്ട് എഴുതി. ഇനി 25, 31 സെക്കൻഡ് റോ, 27, 26 അതാണ് നമ്മൾ തേർഡ് റോ ആയിട്ട് എഴുതിയത്. കണ്ടോ, അപ്പോൾ അതൊരു 3/2 മെട്രിക്സ് വന്നു. അപ്പം നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ എന്ത് റെപ്രസെൻറ്റേഷനെയും എന്ത് ഡേറ്റ തന്നാലും നമുക്കത് മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും എന്നുള്ളതിനുള്ളൊരു എക്സാമ്പിളാണ്. ആൻഡ് അവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് ദ സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? അതായത് നമ്മളിപ്പോൾ എഴുതിയ ഈ മെട്രിക്സിലെ 3ാമത്തെ റോയിലെ 2ാമത്തെ കോളത്തിൽ കിടക്കുന്ന ആൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3ാമത്തെ റോ അല്ലേ, 3ാമത്തെ റോ എന്ന് പറഞ്ഞാൽ ഇത് 3ാമത്തെ റോയിൽ സെക്കൻഡ് കോളത്തിൽ കിടക്കുന്ന ആൾ, അതായത് ഇവിടെ കോമൺ ആയിട്ട് വന്ന 26 അല്ലേ. 26 എന്ന് പറയുന്നത് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 3ാമത്തെ റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ തേർഡ് ഫാക്ടറി, റൈറ്റ്? 3ാമത്തെ ഫാക്ടറിയിലെ 2ാമത് നമ്മൾ എന്തായിരുന്നു എഴുതിയത് നോക്കാം നമുക്ക്. 2ാമത് എഴുതിയത് നമ്മൾ വിമൻ വർക്കർ അല്ലേ എഴുതിയത്. ദാറ്റ് മീൻസ് 26 എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? തേർഡ് ഫാക്ടറിയിൽ എത്ര വിമൻ വർക്കേഴ്സ് ഉണ്ടെന്ന് അല്ലേ. ഇതാ നോക്ക്, റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് വിമൻ വർക്കേഴ്സ് ഇൻ തേർഡ് ഫാക്ടറി. 3ാമത്തെ ഫാക്ടറിയിലുള്ള വിമൻ വർക്കേഴ്സിൻ്റെ എണ്ണമാണ് നമ്മളിപ്പോൾ കണ്ടത് 26 എന്ന്. യെസ്, ലെറ്റ് us do the second example. ക്വസ്റ്റ്യൻ ഇതാണ്, if a matrix has 8 elements, what are the possible orders it can have? അപ്പോൾ ഒരു മെട്രിക്സിൽ 8 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം,
അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, 8 എലമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 8 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം നോക്കണം 8നെ നമുക്ക് എങ്ങനെയൊക്കെ ഫാക്ടേഴ്സായിട്ട് എഴുതാം. നമുക്ക് 1 ഇൻറ്റു 8 എന്ന് എഴുതാം അല്ലേ. തിരിച്ചെഴുതിക്കൂടെ 8 ഇൻറ്റു 1 എന്ന് എഴുതിക്കൂടെ. ആൻഡ് സിമിലർലി 2 ഇൻറ്റു 4 എന്ന് എഴുതാം, 4 ഇൻറ്റു 2 എന്നും എഴുതാൻ പറ്റും. ഇതല്ലാതെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? 3 ഇൻറ്റു സംതിങ് നമുക്ക് 8 ആയിട്ട് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അപ്പോൾ എത്ര രീതിയിൽ അതിൻ്റെ ഓർഡർ വരാം? 4 രീതിയിൽ വരാം. 1 ഇൻറ്റു 8, 8 ഇൻറ്റു 1, 2 ഇൻറ്റു 4 ആൻഡ് 4 ഇൻറ്റു 2. 4 പോസിബിലിറ്റീസ് ആണ് അതിന് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം ആൻസർ. ഇതാ കണ്ടോ, 1 into 8, 8 into 1, 4 into 2 and 2 into 4. These are the answer. These are the possible orders. Then let us move to the next example. Example 3. Construct a 3 by 2 matrix whose elements are given by Aij is equal to 1 by 2 into I minus 3j. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു 3 by 2 മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ഒരു 3 by 2 മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ ആദ്യം അതിൻ്റെ ജനറൽ ഫോം എഴുതും അല്ലേ. ഇങ്ങനെ എഴുതാൻ നമുക്കറിയാം, നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. നോക്കിക്കേ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം അല്ലേ. ഇതൊരു 3 by 2 മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഒരു 3 by 2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം എഴുതി. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റും ഏത് ഫോമിലാണ് വന്നിരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. Aij is equal to 1 by 2 into I minus 3j. അതായത് ഈ മെട്രിക്സിൻ്റെ അകത്തുള്ള ഓരോ എലമെൻസും, ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 by 2 അല്ലേ. ഇപ്പോൾ 6 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 6 എലമെൻറ്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അവരിതാ അത് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. Aij എന്ന് പറഞ്ഞാൽ 1 by 2 into I minus 3j ആണ്. അപ്പോൾ സപ്പോസ് നമ്മൾ A11 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? A11 ഐയുടെ പ്ലേസിൽ A11 കണ്ടുപിടിക്കുമ്പം ഐയുടെ പ്ലേസിൽ നമ്മൾ 1 കൊടുക്കും, പിന്നെ ജെയുടെ പ്ലേസിലും 1 കൊടുക്കും. അതല്ലേ Aij എന്നല്ലേ നമ്മുടെ ഡെഫിനിഷൻ. അപ്പം നമ്മൾ A11 എങ്ങനെയാണ്? ഐയുടെ പ്ലേസിൽ വന്നത് 1, ജെയുടെ പ്ലേസിൽ വന്നതും 1. അപ്പോൾ ഐക്ക് പകരം 1, ജെയ്ക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ഇക്വേഷൻ ഡെഫിനിഷൻ ഇതായിരുന്നു തന്നത്, 1 by 2 ഇൻറ്റു മോഡുലസ് ഓഫ് I minus 3j. അപ്പോൾ A11 എങ്ങനെ വരും? 1 by 2 ഇൻറ്റു മോഡുലസ് ഓഫ് ഐക്ക് വരും എന്താ? 1 ആണ്. മൈനസ് 3 ഇൻറ്റു ജെയും 1 അല്ലേ. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 minus 3, 1 minus 3 is minus 2. അതിൻ്റെ മോഡുലസ് എടുക്കുന്നു, അപ്പോൾ അത് 2 ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് 1 by 2 ഇൻറ്റു 2 എന്ന് വരും. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ആൻസർ 1 വരും. അങ്ങനെയാണ് ഈ ആൻസർ വന്നത്. ഇനി A12ൻ്റെ പ്ലേസിൽ നമുക്കറിയാം Aij ആണ് നമുക്കുള്ളത്. ഇവിടെ A12 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഐയുടെ പ്ലേസിൽ 1ഉം ജെയുടെ പ്ലേസിൽ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വരുന്നത്? 1 by 2 ഇൻറ്റു മോഡുലസ് ഓഫ് ഐ ആണ്. ഇവിടെ ഐക്ക് പകരം എന്താ? 1 മൈനസ് 3 ഇൻറ്റു ജെ. അപ്പോൾ 3 ഇൻറ്റു ജെയ്ക്ക് വരും ഇവിടെ ആരാ ഉള്ളത്? 2 ആണ്. അപ്പോൾ നോക്കിക്കേ, മോഡുലസ് ഓഫ് 1 മൈനസ് 3 ഇൻറ്റു 2. അപ്പോൾ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ മോഡുലസ് ഓഫ് 1 മൈനസ് 6 എന്ന് വരും. ദാറ്റ് ഇസ് മോഡ് 5 അല്ലേ. മോഡ് -5, മോഡ് -5 ആണ്. മോഡുലസ് എടുക്കുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. ഇവിടെ ഒരു 1 by 2 ഉണ്ട്. അപ്പോൾ 1 by 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5 by 2 എന്ന് ആൻസർ വരും. അങ്ങനെ സിമിലർലി വി നീഡ് ടു കാൽക്കുലേറ്റ് ഓൾ ദ എലമെൻറ്റ്സ്. ഞാൻ ഈ എലമെൻറ്റും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? A32 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് Aij ഉള്ളത്, Aij അല്ലേ നമുക്കുള്ളത്. അപ്പോൾ I ഈക്വൽ ടു 3 കൊടുക്കുക, J ഈക്വൽ ടു 2 കൊടുക്കുക നമ്മുടെ ഡെഫിനിഷനിൽ. അപ്പോൾ എന്ത് വരും? 1 by 2 ഇൻറ്റു മോഡുലസ് ഓഫ് I എന്താ? 3 അല്ലേ. മൈനസ് 3 ഇൻറ്റു ജെ ആണ്. ജെയ്ക്ക് പകരം ഇവിടെ 2 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 2. മോഡുലസ് ഓഫ് 3 മൈനസ് 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 ഇസ് 6 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് 3
മൈനസ് 6. മോഡുലസ് ഓഫ് 3 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോഡുലസ് ഓഫ് -3 എന്ന് വരും അല്ലേ? മോഡുലസ് ഓഫ് -3. മോഡുലസ് എടുക്കുമ്പോൾ അത് 3 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ 1/2 × 3 എത്രയാണ്? 3/2. ഇനി ഇത് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. വി നീഡ് ടു റീപ്ലേസ് ദിസ് ജനറൽ മെട്രിക്സ് വിത്ത് ദീസ് എലമെൻറ്റ്സ് A11 A12. ഈ എലമെൻറ്റ്സിന് പകരം നമുക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂസ് കണ്ടോ, ഇവന്മാരെല്ലാവരും എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് എഴുതണം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? A11 പകരം എന്താ കിട്ടിയ? 1. അതെടുത്ത് ഇവിടെ എഴുതുക A11 പ്ലേസിൽ. അങ്ങനെ നമുക്ക് ഈ മെട്രിക്സിന് പകരം നമുക്കിപ്പോൾ കിട്ടിയത് ആരാണ്? A is equal to 1 5/2 1/2 2 0 3/2 എന്ന് പറയുന്നൊരു മെട്രിക്സ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ജനറലായിട്ട് ഒരു ഡെഫിനിഷൻ തരും. AIJ ഇങ്ങനെയാണ് എന്ന് പറയും. എന്നിട്ട് അവരൊരു ഓർഡറിലുള്ളൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. ദെൻ അതിലുള്ള ഓരോ എലമെൻസിനെയും ഇതുപോലെ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ഐക്ക് പകരം തന്നിരിക്കുന്ന ആളെ എഴുതുക, ജെയ്ക്ക് പകരം രണ്ടാമത് എടുക്കുന്ന ആളെ എഴുതുക. ദെൻ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓരോ വാല്യൂ കിട്ടും. പിന്നെ തിരിച്ച് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ടൈപ്സ് ഓഫ് മെട്രിക്സസ്. അപ്പോൾ നമ്മളിപ്പോൾ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓഫ് ഫങ്ഷൻസ്. നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ റെക്റ്റാങ്കുലർ അറേയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ്. പല തരത്തിലുള്ള മെട്രിക്സസ് ഉണ്ട്. ഫസ്റ്റ് മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. ഇനി എന്താണ് കോളം മെട്രിക്സ്? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. അതാണ് അവിടുത്തെ കാര്യം. ഒരു കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ എന്ത് വിളിക്കും? കോളം മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിൾ നോക്കിക്കേ. ഈ എക്സാമ്പിളിൽ എത്ര റോ ഉണ്ടെന്ന് നോക്കിക്കേ. ആദ്യം 1 2 3 4 റോ ഉണ്ട്. അപ്പോൾ അതിനെ ആദ്യം എഴുതും. അതിൻ്റെ ഓർഡർ എഴുതുമ്പോൾ 4 എത്ര കോളം ഉണ്ട്? ദർ ഇസ് ഓൺലി 1 കോളം. അപ്പോൾ 4/1 ആണ് അതിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഒരു കോളം മാത്രമേ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് എ കോളം മെട്രിക്സ് ആൻഡ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോളം മെട്രിക്സ്. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിക്കേ. ഇൻ ജനറൽ A equal to Aij m/n is a column matrix of order m/n. അതായത് ഒരു കോളം മെട്രിക്സ് എടുത്താൽ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത് m/1 ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമ്മളെപ്പോഴും റോ നമ്പറല്ലേ ആദ്യം എഴുതുന്നത്, രണ്ടാമത് എഴുതുന്നതല്ലേ കോളം നമ്പർ. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം ഉള്ളതല്ലേ. അപ്പോൾ ഏത് എക്സാമ്പിൾ എടുത്താലും, ഏത് കോളം മെട്രിക്സിൻ്റെ എക്സാമ്പിൾ എടുത്താലും ഈ രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. അപ്പോൾ ജനറലായിട്ട് m/1 ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയാൻ പറ്റും. എന്തിൻ്റെ? കോളം മെട്രിക്സിൻ്റെ ഓർഡർ എപ്പോഴും എന്തായിരിക്കും? m/1 ആയിരിക്കും. And next we are going to study about row matrix. What is a row matrix? കോളം മെട്രിക്സ് ഒരു കോളമുള്ള മെട്രിക്സ് ആയിരുന്നെങ്കിൽ റോ മെട്രിക്സ് എന്താണ്? ഒരു റോ ഉള്ള മെട്രിക്സിനെയാണ് എന്ത് വിളിക്കുന്നത്? റോ മെട്രിക്സ് എന്ന്. അപ്പോൾ നോക്കിക്കേ, എ മെട്രിക്സ് is said to be a row matrix if it has only 1 row. ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ എങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് എന്ത്? റോ മെട്രിക്സ്. അപ്പോൾ നോക്കിക്കേ, ബി എന്ന് പറയുന്ന ഈ എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ ഒരു ഒറ്റ റോയേ ഉള്ളൂ അല്ലേ? പക്ഷേ എത്ര കോളം ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 കോളമുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡർ നോക്കിക്കേ എഴുതിയിരിക്കുന്നത് 1/4. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കോളം മെട്രിക്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ m/1 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് റോ മെട്രിക്സിൻ്റെ ഓർഡറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 1/n എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ കോളം മെട്രിക്സ്. ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1. If a matrix has only 1 column, it is called as column matrix. And if a matrix has only 1 row, അതിനെ row matrix എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് വൺ സ്ക്വയർ മെട്രിക്സ്. എന്താണ് സ്ക്വയർ മെട്രിക്സ്? എന്താണ് സ്ക്വയർ മെട്രിക്സ്?
A matrix in which the number of rows are equal to the number of columns. അതായത് ഒരു മെട്രിക്സ് എടുത്താൽ അതിലെ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു മെട്രിക്സിൽ ഒരു m/n മെട്രിക്സ് എടുക്കുകയാണ്. ഈ m/n മെട്രിക്സിനെ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് m ഈക്വൽ ടു n, അതായത് m-ഉം n-ഉം തുല്യമാകുമ്പോൾ, ഈക്വൽ ആകുമ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കാം. ഓഫ് ഓർഡർ n എന്ന് വിളിക്കാം, അല്ലെ ഓർഡർ m എന്ന് വിളിക്കാം. കാര്യം എന്താ? n-ഉം m-ഉം ഈക്വൽ ആണ്. ലെറ്റ് us look an example. ഒരു മെട്രിക്സ് A തന്നിട്ടുണ്ട്. ഇവിടെ എത്ര റോ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. 1 2 3 റോ ഉണ്ട്. ആൻഡ് സിമിലർലി ഹൗ മെനി കോളംസ്? 1 2 3 കോളംസ്. 3 റോയും 3 കോളവും അല്ലേ? അപ്പോൾ ഈ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് അല്ലേ? സിൻസ് ഇറ്റ് നമ്പർ ഓഫ് റോസ് 3 ആണ്, നമ്പർ ഓഫ് കോളവും 3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ നമ്പറും കോളം നമ്പറും ഈക്വൽ ആയതുകൊണ്ട് ദിസ് മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓഫ് ഓർഡർ 3 എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 2 റോസും 2 കോളവും ഉള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എന്ത് വിളിക്കും? 2 എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 റോയും 4 കോളവുമുള്ള മെട്രിക്സിനെ എന്ത് വിളിക്കാൻ പറ്റും? ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 4 എന്ന് വിളിക്കാം. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയാം എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ റോ നമ്പറും കോളം നമ്പറും എന്താണ്? m ആണെങ്കിൽ ജനറലി വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ m എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത് ഇപ്പോൾ. വാട്ട് ഈസ് എ കോളം മെട്രിക്സ്, വാട്ട് ഈസ് എ റോ മെട്രിക്സ് ആൻഡ് സ്ക്വയർ മെട്രിക്സ്. കോളം മെട്രിക്സ് എന്തായിരുന്നു? ഒരു കോളം ഉള്ളത്. വാട്ട് ഈസ് എ റോ മെട്രിക്സ്? ഒരു റോ ഉള്ളത്. ഇനി റോയുടെ നമ്പറും കോളം നമ്പറും സെയിം ആണെങ്കിൽ, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്ക്വയർ മെട്രിക്സ്. ഇനി ഈ നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കിക്കേ. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഓർഡർ n ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മൾക്ക് നോർമലി നമ്മുടെ സ്ക്വയർ നമ്മുടെ ജോമെട്രിയിലുള്ള സ്ക്വയർ, ഈ സ്ക്വയറിൽ നമുക്ക് 2 ഡയഗണൽസ് വരയ്ക്കാം അല്ലേ? ഏതൊക്കെയാണ്? ഒരു മെയിൻ ഡയഗണലും വരയ്ക്കാം ആൻഡ് ഓൾസോ ഒരു ഓഫ് ഡയഗണലും വരയ്ക്കാം. അതറിയാമല്ലോ. അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്ക്വയറിലാണ് ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ക്വയർ മെട്രിക്സ് നിങ്ങൾ നോക്കിക്കേ. ഈ സ്ക്വയർ മെട്രിക്സിൽ ഈ മെയിൻ ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ്, അതായത് നമ്മുടെ ഈ മെട്രിക്സിലാണെങ്കിൽ 1 4 6 അല്ലേ? 1 4 6 ഇവന്മാരെ പറയുന്ന പേരാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന്. എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത് പറഞ്ഞതിനൊരു റീസൺ ഉണ്ട്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ പഠിക്കുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ്? ഒരു സ്ക്വയർ മെട്രിക്സിനെ എ സ്ക്വയർ മെട്രിക്സ് ബി is said to be a diagonal matrix. ഒരു സ്ക്വയർ മെട്രിക്സിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ഡയഗണൽ എലമെൻറ്റ്സ് അല്ല, നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആരാണ്? ഈ എക്സാമ്പിൾ നോക്കിക്കേ, 0 ആണ്. കണ്ടോ? ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഈ എക്സാമ്പിൾ നോക്കിക്കേ. ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? -1 2. അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആരായിരിക്കണം? 0 ആയിരിക്കണം. 0 ആണെങ്കിൽ ദാറ്റ് സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ്? ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച്, അതായത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്ത് വരണം? 0 വരണം. നോൺ ഡയഗണൽ എലമെൻറ്റ്സ്
ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം 0 വരുവാണെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഇസ് കോൾഡ് ആസ് വാട്ട്? ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വാട്ട് ഈസ് എ സ്കെയിലാർ മെട്രിക്സ്. എന്താണ് ഒരു സ്കെയിലാർ മെട്രിക്സ്? ഇത് നോക്കിക്കേ, ഒരു ഡയഗണൽ മെട്രിക്സ് സ്കെയിലാർ മെട്രിക്സ് ആകണമെങ്കിലുള്ള കണ്ടീഷനാണ് ഇപ്പോൾ പറയുന്നത്. ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. നമ്മൾ പറഞ്ഞു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് നോൺ സീറോ ആകണം. എന്ന് വെച്ചാൽ എന്താ, ബാക്കിയുള്ളവർക്ക് 0 ആകണം. പക്ഷേ ഈ ഡയഗണൽ മെട്രിക്സ് എപ്പോഴാണ് സ്കെയിലാർ മെട്രിക്സ് ആകുന്നത്? ഈ പറഞ്ഞ ഡയഗണൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇവന്മാരെല്ലാവരും സെയിം ആകണം, അല്ലേ? അത് ഈക്വൽ ആകണം. ഈക്വൽ ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാൻ പറ്റും? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എപ്പോഴാണ് ഒരു ഡയഗണൽ മെട്രിക്സ് സ്കെയിലാർ ആകുന്നത്? ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആകുമ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. നമുക്ക് ഈ എക്സാമ്പിൾ നോക്കിക്കേ. ഇതാ എ ഈക്വൽ ടു മെട്രിക്സ് 3. ഇവിടെ എത്ര റോ ഉണ്ട്? ഒരു റോയല്ലേ ഉള്ളൂ. എത്ര കോളം ഉണ്ട്? ഒരു കോളമേ ഉള്ളൂ. അതായത് ഇതൊരു 1/1 മെട്രിക്സ് ആണല്ലേ. ഇനി ഇതൊന്ന് നോക്കിക്കേ, ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2. എത്ര കോളം ഉണ്ട്? 1, 2. അപ്പോൾ ഇതിനെ നമുക്ക് 2/2 മെട്രിക്സ് എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ ഇവിടെ ഈ 1/1 മെട്രിക്സിൽ നമുക്ക് ആ ഡയഗണൽ ആ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ ബി നോക്കിക്കേ, ഇതിനകത്ത് ഡയഗണൽ എൻട്രീസ് ആരൊക്കെയാണ്? ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നവരാണ്. ഇതൊരു ഡയഗണൽ മെട്രിക്സ് അല്ലേ? അതെ. കാര്യം എന്താ? ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കാം. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്നത് സ്കെയിലാർ മെട്രിക്സ് ആണ്. ഒരു ഡയഗണൽ മെട്രിക്സ് എപ്പോഴാണ് സ്കെയിലാർ ആകുന്നത്? ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം. കണ്ടോ, ഇവിടെ -1 വന്നു, അവിടെ -1 തന്നെ. കണ്ടോ? അതേപോലെ സി നോക്കിക്കേ, ഈ ഡയഗണൽ എൻട്രീസ് ഒക്കെ ആരൊക്കെയാണ്? √3 ആണ് വന്നിരിക്കുന്നത്, അല്ലേ? √3. അപ്പോൾ ഡയഗണൽ എൻട്രീസ് എല്ലാം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡയഗണൽ മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ജനറലായിട്ട് തന്നിരിക്കുന്ന കാര്യം നോക്കിക്കേ, ഒരു സ്കെയിലാർ മെട്രിക്സ് ആകുന്ന കണ്ടീഷനാണ് പറഞ്ഞത്. വെൻ I ഈക്വൽ ടു ജെ എന്ന്. I ഈക്വൽ ടു ജെ, അതായത് നമ്മുടെ ഈ എലമെൻറ്റ് നോക്കിക്കേ, ഇവനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ ആളല്ലേ, അതായത് A11 അല്ലേ? A11 ഐയും ജെയും ഈക്വൽ ആണ്. കണ്ടോ? അതേപോലെ തന്നെ ഇതാരാണ്? രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലെ ആൾ. അതിനെ എങ്ങനെ എഴുതാൻ പറ്റുക? A22. കണ്ടോ? ഐയും ജെയും ഈക്വൽ അല്ലേ? ആൻഡ് സിമിലർലി ഇത് തേർഡ് റോയിലെ തേർഡ് കോളത്തിലെ ആൾ. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് A33. അപ്പോൾ ഇത് കണ്ടോ, ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ, ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ ആ എലമെൻറ്റ് സം സ്കെയിലാർ ആകുക. സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ -3 √3 -1 എന്തെങ്കിലും വരുന്നത്. അപ്പോൾ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ, അതായത് A11 A22 A33 അങ്ങനെയുള്ള എലമെൻസിലെല്ലാം ഏതെങ്കിലും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി വരുന്നു. ഇനി ഐ നോട്ട് ഈക്വൽ ടു ജെയിൽ, നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ അതായത് ഇതെന്താണ്? A12 ആണല്ലേ? ഐയും ജെയും ഈക്വൽ അല്ലല്ലോ, 1 നോട്ട് ഈക്വൽ ടു 2 ആണ്. സിമിലർലി ഇതെന്താ? A13 ആണ്, 1 നോട്ട് ഈക്വൽ ടു 3 ആണ് അല്ലേ? ഐ നോട്ട് ഈക്വൽ ടു ജെ ആണ്. അങ്ങനെയുള്ള കേസിൽ അവിടെ ആര് വരുക? ആ എൻട്രി ആയിട്ട് വരുന്നത് 0 ആണ് വരുന്നത്. കണ്ടോ? അതാണ് പറഞ്ഞിരിക്കുക. ഒരു സ്കെയിലാർ മെട്രിക്സിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ അവിടുത്തെ എൻട്രി പറയുന്നത് ഒരു കെ വരും. ഐയും ജെയും നോട്ട് ഈക്വൽ ആകുമ്പോൾ അവിടുത്തെ എൻട്രി 0 വരും. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താണൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് നമുക്ക് നോക്കാം. A square matrix in which elements in the diagonal are 1 and rest all are 0. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയാണ്. ആദ്യം നമ്മൾ ഡയഗണൽ
എലമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഒഴിച്ച് ബാക്കിയുള്ളവർ നോൺ സീറോ ആകുമ്പോൾ അതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഇനി എപ്പോഴാണ് ഡയഗണൽ മെട്രിക്സ് സ്കെയിലർ ആയത്? ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആകുമ്പോൾ കണ്ടാ സെയിം ആയി, അപ്പോൾ അത് സ്കെയിലർ മെട്രിക്സ് ആയി. ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്കെയിലർ മെട്രിക്സ് തന്നെയാണ്. പക്ഷേ ആ വാല്യൂസ് ഇല്ലേ, ഡയഗണലിൽ കിടക്കുന്ന വാല്യൂസ്, അത് ഏതെങ്കിലും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയാൽ പോരാ, അവന്മാരെല്ലാവരും 1 വരണം. കണ്ടോ, ഈ 2x2 മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് ആരാ? 1 ആണ്. ഇനി 1/1 ആണെങ്കിൽ അവിടെ 1 മാത്രമേ ഉള്ളൂ. ഈ 3x3 ആണ് 1 ആ A11 A22 A33 ഇവന്മാരെല്ലാം എന്താ? 1 ആണ്. അതായത് ജനറലായിട്ട് പറഞ്ഞാൽ I = j ആകുന്ന കേസിൽ ഡയഗണൽ എൻട്രീസ് 1 വരും. I ≠ j ആകുന്ന കേസിൽ 0 വരും. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു സ്കെയിലർ മെട്രിക്സ് തന്നെയാണ് ആക്ച്വലി ഐഡൻറ്റിറ്റി മെട്രിക്സ്. അല്ലെങ്കിൽ ഒരു സ്ക്വയർ മെട്രിക്സിൽ I = j ആകുന്ന കേസിലെല്ലാം 1 വരും. I ≠ jയിലെല്ലാം 0 വരും. അങ്ങനെയുള്ള മെട്രിക്സിനെ എന്ത് വിളിക്കും? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒബ്സർവ് ദാറ്റ് എ സ്കെയിലർ മെട്രിക്സ് ഇസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. എപ്പോഴാണ് ഒരു സ്കെയിലർ മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുന്നത്? ആ സ്കെയിലർ ക്വാണ്ടിറ്റി 1 ആകുമ്പോൾ അല്ലേ? ആ സ്കെയിലർ ക്വാണ്ടിറ്റി, അതായത് നമ്മുടെ സ്കെയിലർ മെട്രിക്സ്, ഈ സ്കെയിലർ ക്വാണ്ടിറ്റി എല്ലാം 1 ആകുമ്പോൾ സ്കെയിലർ മെട്രിക്സ് എന്തായിട്ട് മാറും? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറും. അതാണ് ഇവിടെ എഴുതിയിരിക്കുക. സ്കെയിലർ മെട്രിക്സ് ഇസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് എപ്പോഴാണ്? വെൻ k = 1. കെയുടെ വാല്യൂ 1 ആകുമ്പോൾ സ്കെയിലർ മെട്രിക്സ് എല്ലാം ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് എല്ലാ ഐഡൻറ്റിറ്റി മെട്രിക്സും ഒരു സ്കെയിലർ മെട്രിക്സ് ആണ്. കാര്യം എന്താ? ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമ്മുടെ സ്കെയിലർ മെട്രിക്സിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഡയഗണൽ എൻട്രീസ് എല്ലാം ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആവണം അല്ലേ? അവന്മാരെല്ലാവരും ഈക്വൽ ആവണമെന്നല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, 1 ആണ്, ഇതെല്ലാം ഈക്വൽ അല്ലേ? ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എവറി ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇസ് ക്ലിയർലി എ സ്കെയിലർ മെട്രിക്സ്. പക്ഷേ നമുക്ക് തിരിച്ചു പറയാൻ പറ്റത്തില്ല. എല്ലാ സ്കെയിലർ മെട്രിക്സും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇത് ഒരു സ്കെയിലർ മെട്രിക്സ് ആണല്ലേ, ഇവന് എപ്പോഴെങ്കിലും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുമോ? ഒരിക്കലും ആകത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ 6 ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ് പഠിച്ചത്. അവസാനത്തെ ആളെയും കൂടെ നമ്മൾ പഠിക്കുവാണ്. സീറോ മെട്രിക്സ്. എന്താണ് സീറോ മെട്രിക്സ് എന്ന്? ഇതാ നോക്കിക്കേ. എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. അപ്പോൾ 2 പേരുണ്ട്. ഒന്ന് നൾ മെട്രിക്സ് എന്നും സീറോ മെട്രിക്സ് എന്നും. അത് ഇപ്പോൾ തന്നെ കിട്ടിയല്ലോ. ഒരു മെട്രിക്സിനെ സീറോ മെട്രിക്സ് എന്ന് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് എപ്പോഴായിരിക്കും വിളിക്കാൻ പറ്റുക? ഇഫ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ സീറോ. ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റ്സും സീറോ ആണെങ്കിൽ, കണ്ടോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീറോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് സീറോ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് O എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് I എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് കേട്ടോ. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് I വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഇത് I എന്ന് പറയുന്ന ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 അല്ലേ? അപ്പോൾ അവനെ നമ്മൾ I1 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് കണ്ടോ, ഇത് ഓർഡർ 2 ഉള്ള മെട്രിക്സ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? I2 എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ എന്ത് വിചാരിക്കണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആളെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? I3 എന്ന് എഴുതാൻ പറ്റും. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് 1 കോളം മെട്രിക്സ് ആയിരുന്നു. എന്താണ് ഒരു കോളം മെട്രിക്സ്? ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ കോളം മെട്രിക്സ് എന്ന് വിളിക്കും. പിന്നെ ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ ആ മെട്രിക്സിനെ എന്ത് വിളിക്കും? റോ മെട്രിക്സ് എന്ന് വിളിക്കും.
പിന്നെ if the number of rows are equal to number of columns, that type of matrix is called as what? Square matrix. രണ്ടും അത് കോളം നമ്പറും റോ നമ്പറും ഈക്വൽ ആണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കും. പിന്നെ എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ്? ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ സീറോ ആണെങ്കിൽ അല്ലേ, ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ വരണം, അങ്ങനെയുള്ളത് ഡയഗണൽ മെട്രിക്സ്. ഇനി എപ്പോഴാണ് ഒരു ഡയഗണൽ മെട്രിക്സ് സ്കെയിലർ മെട്രിക്സ് ആകുന്നത്? ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആകുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? സ്കെയിലർ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി വാട്ട് ഈസ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് എല്ലാം ആരാകണം? 1 ആകണം, ബാക്കിയുള്ളവരൊക്കെ 0 ആകണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. അതിനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I വെച്ചിട്ടാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 ക്യാൻ ബി റിട്ടൺ ആസ് I1. അപ്പോൾ ഇത് 2 ഓർഡറുള്ള മെട്രിക്സ് ആണ്, അപ്പോൾ I2 എന്ന് എഴുതാൻ പറ്റും. ഇത് 3 ഓർഡറുള്ള മെട്രിക്സ് ആണ്, സോ ദിസ് ഈസ് വാട്ട്? I3. പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, എല്ലാ ഐഡൻറ്റിറ്റി മെട്രിക്സും ഉറപ്പായിട്ട് സ്കെയിലർ മെട്രിക്സ് ആണ്, പക്ഷെ തിരിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അതിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റ്സും. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീറോ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ്, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് അല്ലേ, റോ നമ്പറും കോളം നമ്പറും ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി സപ്പോസ് ഈക്വൽ അല്ലാത്ത കേസ് വരും. ഇപ്പോൾ 2 റോയും 3 കോളവും, അല്ലെങ്കിൽ 3 കോളവും 2 റോയും, അതല്ല എങ്കിൽ 4 റോസ് 2 കോളംസ്, അങ്ങനെയൊക്കെയുള്ള കേസിൽ, അതായത് റോ നമ്പറും കോളം നമ്പറും ഈക്വൽ അല്ലാത്ത കേസ് വരും. അതിനെ നമ്മൾ വിളിക്കുന്നത് റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്നാണ് കേട്ടോ. റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്നാണ് വിളിക്കുക. ഇത് ടെക്സ്റ്റിലില്ല, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. സ്ക്വയർ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നുള്ളൊരു കാര്യം ഓർത്തിട്ട് 2 ഈക്വൽ ആണ്, അപ്പോൾ ഈക്വൽ അല്ലാത്തത് റെക്റ്റാങ്കിൾ ആണല്ലോ നമ്മുടെ ജോമെട്രിയിൽ, അങ്ങനെ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് ഓർത്താൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് ആണ്. ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ്. So the next topic is equality of matrix. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Two matrices A and B are said to be equal. 2 matrices എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, they are of same order. ഈ 2 മെട്രിസസിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. വാട്ട് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ? Each element of A is equal to the corresponding element of B. അപ്പോൾ എയിലെ ഒരു എലമെൻറ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ ബി ഈക്വൽ ആയിരിക്കണം. അതായത് എയിലെ A11 എന്ന് പറയുന്നത് B11ന് ഈക്വൽ ആയിരിക്കണം. പിന്നെ A21 എന്ന് പറയുന്ന എലമെൻറ്റ് എയിലെ B21ന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ 2 മെട്രിസസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എന്താണ് കണ്ടീഷൻ? എന്താണ്? 2 മെട്രിസസ് ഈക്വൽ ആകാൻ 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ദേ മസ്റ്റ് ബി ഓഫ് സെയിം ഓർഡർ, ആൻഡ് സെക്കൻഡ് വൺ, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ 2 മെട്രിസസ് ആർ ഈക്വൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ് us study. Let us look this example. ഇത് നോക്കിക്കേ, ഇതൊരു മെട്രിക്സ് എ ആണെന്ന് കരുതുക, ഇത് മെട്രിക്സ് ബി ആണെന്ന് കരുതുക. ഈ 2 മെട്രിസസിലും 2ൻ്റെയും ഓർഡർ എന്താണ്? 2/2 ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. ഇതാ ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ആൾ 2 ആണ്, ഇവിടുത്തേത് ആരാണ്? 2 ആണ്. ആൻഡ് സിമിലർലി ഇവിടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ ആരാണ്? 3 ആണ്. സിമിലർലി ഇവിടെയും 3 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ 0 0, ഇവിടെ 1 1. കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആണ്. 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദോസ് 2 മെട്രിസസ് ആർ ഈക്വൽ. കണ്ടോ, തന്നിരിക്കുന്നത് കണ്ടോ? ഈ 2 മെട്രിസസും ആർ ഈക്വൽ മെട്രിസസ് ആണ്. പക്ഷേ ഇത് രണ്ടും ഒന്ന് കൺസിഡർ ചെയ്തേ, 2ൻ്റെ ഓർഡർ സെയിം ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. പക്ഷേ
ഇതിൻ്റെ സെക്കൻഡ് റോയിലെ ആൾക്കാർ അതേപോലെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കണ്ടോ, 3 2 ആണ് ഇവിടെ, പക്ഷേ ഇവിടെ 2 3 ആണ് വന്നത്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദീസ് 2 മെട്രിസസ് ആർ നോട്ട് ഈക്വൽ. 2 മെട്രിസസും ഈക്വൽ അല്ലാതെ പറയാൻ പറ്റും. ആൻഡ് സിംബോളിക്കലി 2 മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ നൊട്ടേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? A equal to B എന്ന് എഴുതാം. ഓക്കെ, ലെറ്റ് us look this example. See, 2 മെട്രിസസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം കണ്ടീഷൻ എന്താണ്? 2 മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇവിടെ എന്താണ്? -1.5 ആണ്. സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? -1.5 എന്ന് എഴുതാം. സിമിലർലി വൈയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ് എന്താ? 0 അല്ലേ? അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇസഡിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 2 അല്ലേ? അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. സിമിലർലി a ഇസ് ഈക്വൽ ടു √6, b ഇസ് ഈക്വൽ ടു 3, c ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ 4 ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 4 ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താ? 2 മെട്രിസസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. A B C X Y Z. നോക്കിക്കേ, x + 3 = 0. x + 3 0 ആണെങ്കിൽ ഉറപ്പായിട്ടും x + 3 = 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? x is equal to 3. ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -3 ആവും. x is equal to -3. ഇതാ നോക്ക്, x is equal to -3 വരും. ഇനി അതേപോലെ ഇസഡിൻ്റെ വാല്യൂ എന്താണ്? z + 4 എന്താണ്? 6 ആണ് അല്ലേ? അപ്പോൾ z + 4 is equal to 6 ആണ്. അതുകൊണ്ട് തന്നെ z is equal to 6 - 4 വരും. ദാറ്റ് is equal to 2 എന്ന് വരും. z is equal to 2 കിട്ടി. ആൻഡ് അടുത്ത വാല്യൂ 2y - 7. 2y - 7 എന്തിന് ഈക്വൽ ആണ്? 3y - 2ന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് -7 + 2 is equal to what? 3y - 2y. 3y - 2y എന്ന് പറഞ്ഞാൽ എന്താ? y ആണ് അല്ലേ? y is equal to -7 + 2 എത്രയാ? -2 ആണ്. സോ y is equal to -2 എന്ന് സോറി -7 + 2 is equal to 5 ആണ് അല്ലേ? -7 + 2 is equal to -5. സോ y is equal to നമുക്ക് എത്ര കിട്ടി? y is equal to -5 എന്ന് കിട്ടി. അപ്പോൾ ഈ 3 വാല്യൂസും നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് A B C, ആ 3 വാല്യൂസുമാണ് വേണ്ടത്. സി ഇവിടെ നോക്കിക്കേ, A - 1 is equal to -3 ആണ്. A - 1 is equal to -3 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A? A is equal to -3 + 1, that is equal to -2. അപ്പോൾ എയുടെ വാല്യൂവും കിട്ടി. ഇനി തന്നിരുന്ന കാര്യം 0 is equal to 2c + 2. നമുക്ക് അടുത്തൊരു പേജ് എടുക്കാം. 2c + 2 is equal to 0 അല്ലേ? 2c + 2 is equal to 0 ഇതാണ് തന്നിരുന്നത്. അപ്പോൾ 2c is equal to -2 എന്ന് വരും. c is equal to -2/2 which is equal to -1. നോക്കാം നമുക്ക്. c is equal to -1 എന്നാണ് കേട്ടോ വരുന്നത്. c is equal to -1. ആൻഡ് ഇനി ഇതാ ഇവിടെ നോക്ക്, b - 3 is equal to 2b + 4. b - 3 is equal to 2b + 4 ആണ്. അപ്പോൾ 2b - b എന്ന് പറയുന്നത് എന്താ വരിക? -3 - 2b - b is equal to -3 - 4. 2b - b എന്ന് പറഞ്ഞാൽ it is b itself, which is equal to -3 - 4 is -7. b is equal to -7 വരും. ഇനി എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ എക്സ് കിട്ടി, y കിട്ടി, z കിട്ടി, a ഉണ്ട്,
പിന്നെ നമ്മൾ ബിയും സിയും കണ്ടുപിടിച്ചു. എന്തായിരുന്നു അവർ തന്നിരുന്നത്? 2 മെട്രിസസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി എക്സ് വൈ സെഡ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നല്ല, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ആ വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി എക്സാമ്പിൾ 5 നമുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എക്സാമ്പിൾ 5 എന്താ തന്നിരിക്കുന്നത്? 2 മെട്രിസസ് ഈക്വൽ ആണ്. അപ്പോൾ ദേ കറസ്പോണ്ടിങ് 4 ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. 2a + b = 4, a - 2b = -3. അങ്ങനെ നമുക്ക് ആദ്യം ഈ 2 എണ്ണം നമുക്ക് കൺസിഡർ ചെയ്യാം. ആദ്യം ഞാൻ ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. a - 2b = -3. എന്തായിരുന്നു? a - 2b = -3. അത് കൺസിഡർ ചെയ്യണേ. a - 2b = -3. ഞാനിതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഇനി അടുത്ത ആളാരായിരുന്നു? എയും ബിയും ഉള്ളത്. 2a + b = 4. 2a + b = 4 അല്ലേ? അത് തന്നെയല്ലേ? നോക്കാം. 2a + b = 4. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്കതിനെ സെയിം ആക്കാം. എങ്ങനെ സെയിം ആക്കും? ഞാൻ ഈ ഇക്വേഷൻ 1നെ ഞാനൊരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെന്ന് കരുതുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? ഇക്വേഷൻ നമ്പർ 1നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ എലമെൻ്റ് എന്താകും? 2a ആകും. മൈനസ് ഈ എലമെൻ്റ് എന്താകും? -2b × 2 -4b അല്ലേ? -4b = ഇവിടെ -3 × 2 = -6. അത് ചെയ്തു. ഇനി മറ്റേ ഇക്വേഷൻ ഞാൻ അതേപോലെ തന്നെ എഴുതി. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സൈൻ മാറും. അപ്പോൾ ഈ എലമെൻറ്റ് 2a - 2a അപ്പം തന്നെ ക്യാൻസലായി പോവും. പിന്നെ ഇവിടെ വരുന്നത് -4b - b ആണ്, അതായത് -5b എന്ന് വരും. ഇവിടെ എന്നാ വരുന്നത്? -6 - 4, ദാറ്റ് ഇസ് -10. സോ b = what? -10/-5 എന്ന് പറഞ്ഞാൽ 2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. b = 2. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാ നോക്ക്, b = 2 ആണ് വരുന്നത്. b = 2. ഇനി എയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? b = 2 നമുക്ക് കിട്ടി അല്ലേ? ഇനി എയുടെ വാല്യൂ ഞാൻ ഇക്വേഷൻ 1ൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. a - 2b = 3 അല്ലായിരുന്നോ? അപ്പോൾ ബിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും? 2 എന്ന് കൊടുക്കും. അപ്പോൾ -2 × b is also 2 -3. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? which is equal to a - 4 is equal to -3 വരും. So what is the value of a? A is equal to -3 + 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. a = 1 കിട്ടി. നമുക്ക് ചെക്ക് ചെയ്യാം. a = 1 ആണ് ആൻസർ വരുന്നത്. ആൻഡ് ഇതേപോലെ തന്നെ നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്, വേറെ 2 ഇക്വേഷൻസ് ഉണ്ട്. അവന്മാരെ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് a = ഇത് രണ്ടും ഞാൻ സോൾവ് ചെയ്തു. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി 5c - d യും 4c + 3d യും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. 5c - d = 11. അത് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നു. തൽക്കാലം ഞാൻ ഇവിടെ ചെയ്യാം. ഇതിന് ഇക്വേഷൻ നമ്പർ 5c - d = 11. നിങ്ങൾ നോക്കിക്കേ, ഈ 2 ഇക്വേഷനിൽ ഈ ഇക്വേഷനെ ഞാനൊരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ -3d എന്നാകത്തില്ലേ? അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻസ് സൈൻ നോക്കണ്ട, കോയിഫിഷ്യൻസ് സെയിം ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് വണ്ണിനെ ഞാനൊരു 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. 5 × 3 is 15.
അല്ലേ? 15C മൈനസ് D ഇൻറ്റു 3D = 11 ആണ്. മറ്റേ ഇക്വേഷൻ ഞാൻ അതേപോലെ തന്നെ എഴുതുക, which is equal to 24. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ക്യാൻസലായി പോകും? ഇവിടെ നമ്മൾ മൈനസ് ചെയ്യണോ? വേണ്ട. കാര്യം നമ്മുടെ -3Dയും ഇവിടെ +3Dയും ആണ് കിടക്കുന്നത്, അപ്പോൾ തന്നെ ക്യാൻസലായി പോകും. സോ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് ക്യാൻസലായി പോകും. ഇവിടെ 15C + 4C ആണ്, അതായത് ആഡ് ചെയ്യുമ്പോൾ 19C എന്ന് വരും, which is equal to ഇവിടെ 5, ഇവിടെ 35. ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തില്ല, 11നെ മൾട്ടിപ്ലൈ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? 11 അല്ല വരുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 11 × 3. 11 × 3 ചെയ്യുമ്പോൾ നമുക്ക് 33 ആണ് വരുന്നത്, ഇവിടെ 24. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 33, 24 അല്ലായിരുന്നു, 24. 3 + 4 is 7 and 6 + 2 is 5. അപ്പോൾ 19C = 57 എന്ന് വരും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C? 57/19, which is equal to 3 ആണ്. 19 × 3 ആണ് 57. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് 3 കിട്ടും. C = 3 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഈ സിയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5C - D = ആണ് 11. നമുക്ക് സിയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ 5 × 3 is what? 15. 15 - D = 11. സോ -D = എന്ത് വരും? 11 - 15 എന്ന് വരും. 11 - 15 is -4. അപ്പോൾ -D = -4 ആണെങ്കിൽ D = 4 എന്ന് വരും. ഇതാ D = 4. അപ്പം നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡെഫിനിഷൻസ് 3.1 എക്സസൈസിന് മുമ്പ് വരെ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഡെഫിനിഷൻസ് പ്ലസ് ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഔട്ട് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആണ്. ഒരു റെക്റ്റാങ്കിൾ അറേയിൽ നമ്പറിനെയോ ഫംഗ്ഷനെയോ റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെട്രിക്സ് എന്ന്. അവിടുത്തെ ആൾക്കാരെ, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ റോ ആയിട്ടും കോളമായിട്ടും ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണ്? m റോയും n കോളവും ഉള്ള മെട്രിക്സിനെ നമുക്ക് m/n എന്ന് എഴുതാൻ പറ്റും. സിമിലർലി ഒരു 2 റോയും 2 കോളവും ഉള്ള മെട്രിക്സിനെ 2/2 എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓർഡർ പഠിച്ചു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് നോർമലായിട്ട് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളെ നമുക്ക് മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തു. പിന്നെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതായിരുന്നു, ഒരു മെട്രിക്സിന് ജസ്റ്റ് ഇത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് തരുവാണെങ്കിൽ അത് എങ്ങനെയൊക്കെ അതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് വരാമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതെങ്ങനെയായിരുന്നു ചെയ്തത്? അതായത് ഇപ്പോൾ സപ്പോസ് 8 എന്നാണെങ്കിൽ 8 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 8 എന്ന് എഴുതാം, 8 × 1 എന്ന് എഴുതാം, 4 × 2 and 2 × 4 എന്ന് എഴുതാം. അപ്പോൾ ഇത് ജസ്റ്റ് ഈ 4 പോസിബിൾ ഓർഡേഴ്സ് ആയിരിക്കും അതിനുള്ളത്. ആൻഡ് സിമിലർലി അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഒരു ഓർഡർ തന്നിട്ട് ജനറലായിട്ട് ഒരു ഓർഡർ തരും. അങ്ങനെ ഒരു മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറയും. അവരൊരു കാര്യം ഡിഫൈൻ ചെയ്യും, Aij = സംതിങ് എന്ന് ഡിഫൈൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എഴുതുക. എന്നിട്ട് അതിനകത്തുള്ള ഓരോ എലമെൻസിനെയും ഈ ഡെഫിനേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോന്നും കണ്ടുപിടിക്കുക, അത് നേരെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ആൻസർ കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞത് പലതരത്തിലുള്ള മെട്രിസസ് ആണ്, കോളം, റോ, അങ്ങനെ ഈ 7 ടൈപ്സ് ഓഫ് മെട്രിസസ്. ഒരു കോളം ആണെങ്കിൽ അതിനെ റോ മെട്രിക്സ്, ഒരു റോ ആണെങ്കിൽ അതിനെ ഒരു കോളം ആണെങ്കിൽ അതിനെ കോളം മെട്രിക്സ് എന്ന് വിളിക്കും, ഒരു റോ ആണെങ്കിൽ റോ മെട്രിക്സ് എന്ന് വിളിക്കും. പിന്നെ കോളം നമ്പറും റോ നമ്പറും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് എ സ്ക്വയർ മെട്രിക്സ്. പിന്നെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ
ഡയഗണൽ എൻട്രീസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം 0 ആണെങ്കിൽ അതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം 0 ആണെങ്കിൽ അതിനെ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് I എന്നാണ്. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. ആൻഡ് ദ ലാസ്റ്റ് മെട്രിക്സ് നമ്മൾ പഠിച്ചത് 0 മെട്രിക്സ് ആണ്, എല്ലാ എലമെൻസും 0 ആയിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച കോൺസെപ്റ്റ് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് ആണ്. എപ്പോഴാണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആകുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ അവരുടെ രണ്ടുപേരുടെ ഓർഡർ സെയിം ആയിരിക്കണം. ആൻഡ് ഇഫ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ബി ഈ രണ്ട് മെട്രിക്സസും ഈക്വൽ ആണ്. ഇങ്ങനെ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ഏതെങ്കിലും രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെന്ന് ഇങ്ങനെ തരും. എന്നിട്ട് അതിൻ്റെ അകത്ത് അവർ തന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അത് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വേരിയബിൾസിൻ്റെ വാല്യൂ നമുക്ക് ഇതേപോലെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.